അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന് നിങ്ങളെല്ലാവരും കേട്ടതാണ്. ഞാൻ ഒരിക്കലും പറയാത്ത കാര്യമാണ്. അത് തന്നെയല്ല 164 പ്രകാരം ഞാൻ മജിസ്ട്രേറ്റ് 164 കാര്യമല്ല പറഞ്ഞത്. രഹസ്യമൊഴി എന്ന് ചെയർപേഴ്സൺ പത്രസമ്മേളനത്തിന്റെ അതിനെതിരെ നിയമപരമായ നടപടിക്ക് ഞാൻ ഇല്ല. ബോബൻ പറഞ്ഞത് മീഡിയയുടെ ചെയർപേഴ്സൺ പറഞ്ഞ കാര്യമാണ്. ചെയർപേഴ്സൺ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. മീഡിയയുടെ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അല്ല അത്രേ ഉള്ളൂ. മീഡിയയുടെ മുമ്പിൽ പറഞ്ഞ കാര്യമാണ് ബോബൻ പറഞ്ഞത്. അങ്ങനെ മുഴുവൻ ആളുകളും കണ്ട എന്തോ ഒരു കാര്യമുണ്ട്. മുഴുവൻ ആളുകളും കണ്ട കാര്യമുണ്ടല്ലോ. കേരളം മുഴുവൻ കണ്ട കാര്യമുണ്ടല്ലോ. ഇല്ല, ജനങ്ങൾക്ക് പങ്കെടുക്കാനുള്ള കൗൺസിൽ മീറ്റിംഗിൽ അനുമതി കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ നഗരസഭയിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ തന്നെ ഇല്ല. നിങ്ങൾ ഭയപ്പെടുകയാണ്. മീഡിയ നിങ്ങൾ ഭയപ്പെടുകയാണ്. കാരണം തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ്. നിങ്ങൾ മീഡിയ ഭയപ്പെടുകയാണ്. ജനാധിപത്യത്തിന്റെ 4ാം പദവിയിലാണ് മീഡിയ പറയുന്നത്. നിങ്ങൾ തെറ്റ് ചെയ്തവരാ. യഥാർത്ഥ സംഭവം വെളിയിലേക്ക് നിൽക്കാൻ ദയവായി ഇല്ല. ഈ കൗൺസിലിൽ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയുന്നതിന് നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? നിയമസഭയിൽ വീഡിയോ ഉണ്ടല്ലോ. നിയമസഭയില് വീഡിയോ ഉണ്ടല്ലോ. ഏർപ്പെടുത്തിയിട്ടുണ്ടോ മേഡം? ഈ കൗൺസിൽ യോഗത്തിൽ നടക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സംവിധാനം നഗരസഭ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കേണ്ട സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരോട് പുറത്ത് അടച്ചിട്ട മുറിയിൽ രഹസ്യമായി കൂടേണ്ടതല്ല കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിൽ യോഗം. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് പബ്ലിക്കിന് പങ്കെടുക്കാം. ആക്ട് എടുത്ത് വായിക്കല്ലെങ്കിൽ സെക്രട്ടറി ആക്ട് എടുത്ത് വായിച്ചേ. അവർക്ക് സംസാരിക്കാൻ മേലെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് പങ്കെടുക്കാം. അവർക്ക് സംസാരിക്കാൻ മേലെന്ന് മാത്രമേ ഉള്ളൂ. മുനിസിപ്പൽ കൗൺസിൽ മീറ്റിംഗിനെ സംബന്ധിച്ച് ആക്ട് എടുത്ത് വായിക്കല്ലെങ്കിൽ അത് സെക്രട്ടറി പറയില്ലെങ്കിൽ ഈ കൗൺസിൽ യോഗത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇതുവരെ നിങ്ങളുടെ ചാനലുകൾ വഴി നിങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു. അതിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത് രണ്ടാമത് സംസാരിച്ച ശ്രീ ബോബൻ വർഗീസ് ഉപയോഗിച്ച ഭാഷ എന്താണെന്ന് നിങ്ങൾ കേട്ടു. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് മുമ്പാകെ കൊടുത്തിട്ടുള്ള രഹസ്യമൊഴിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റാത്ത ഭാഷ ഉപയോഗിച്ച് ഇവിടെ ചെയർപേഴ്സണോട് മോശമായ രൂപത്തിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടു. ഈ രൂപത്തിലുള്ള സംസാരവും ഈ രൂപത്തിലുള്ള പ്രവൃത്തിയുമാണ് ഇവിടെ നടക്കുന്നത്.